കസാൻ സിറ്റിയിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി. അത് ഇവിടുത്തെ സിറ്റിയാണ് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സിറ്റി എന്ന് പറയുമ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം അതിൻ്റെ ഒരു കളറാണെങ്കിലും ശരി, ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ ആ പഴയ ഓൾഡ് ആയിട്ടുള്ള, അതായത് വലിയ ഉയരമുള്ള ബിൽഡിങ്ങുകളല്ല ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഹലോർനെ ക്വാസ്, അത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ക്വാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആണ്. അത് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിവിടെ മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പിൽ നിന്നാണ്. ഈ സിറ്റിയുടെ ചുറ്റും തന്നെ ഒരു വലിയ പ്രൂത്, അതായത് ഒരു തടാകമുണ്ട്. അതിൻ്റെ പേര് കബാൻ എന്നാണ്. അത് താത്താർസ്കി ലാംഗ്വേജിലാണ് കബാൻ എന്ന് പറയുന്നത്. റഷ്യൻ ലാംഗ്വേജിൽ അതിന് പോർക്ക് എന്നർത്ഥമുണ്ട്. പക്ഷേ കബാൻ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നടന്ന അതേ സ്ട്രീറ്റാണ്. രാത്രിയിൽ നമ്മൾ കണ്ട സ്ട്രീറ്റ് ഇന്ന് പകലിപ്പോൾ കാണുകയാണ്. അപ്പോൾ പകലത്തെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. മോസ്കോയിലാണെങ്കിലും കസാൻ സിറ്റിയിലാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ചായ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അതായത് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചായ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ചായയ്ക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നടന്ന് സ്ട്രീറ്റിലെത്തിയിരിക്കുന്നത് കൽസോ, അതായത് റൗണ്ട് ആയിട്ടുള്ള ഒരു വലിയ സിറ്റിയുടെ നടുക്കുള്ള ഒരു പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് പല രീതിയിലുള്ള തിയേറ്ററുകൾ, അതേപോലെ തന്നെ മീറ്റിംഗ് പോയിന്റുകൾ, മെട്രോ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് ആൾക്കാർ കൂടുതലും സെൻറ്ററായിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നപ്പോഴും നമ്മളിവിടെ കണ്ടു. അതേപോലെ തന്നെ പകലും ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത് 80ാമത്തെ വിക്ടറി ഡേയോടനുബന്ധിച്ച് കഴിഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ സമയത്തെ അന്ന് ഭരിച്ചിരുന്ന ആളുകൾ, അന്നുണ്ടായിരുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ, അന്ന് ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ആൾക്കാർ പ്രവർത്തിച്ചിരുന്നു, ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററിയാണ് ഈ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റിൽ കണ്ട അതേ ചർച്ച് തന്നെയാണ്. അതിൻ്റെ ഡേ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്നിട്ട് ഒരുപാട് മ്യൂസിക് കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു പ്ലേസാണിത്. അതേപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഒരു സ്ട്രീറ്റാണിത്. അപ്പോൾ പകലത്തെ വ്യൂവും രാത്രിയിലത്തെ വ്യൂവും നിങ്ങൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെയും ഈ ഒരു സെൻട്രൽ കസാൻ സിറ്റിയുടെ വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കസാൻ എന്ന് പറയുന്നത്, തത്താറിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്ലേസ് ആയിട്ട് ആരും കാണരുത്. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാം ഒരുപോലെ
നല്ല യോജിപ്പോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചർച്ചും അതേപോലെ തന്നെ മോസ്കും ഒക്കെ ഒരേ പ്ലേസിൽ ഉണ്ടായിരിക്കുന്നത്. ഒരേ പ്ലേസിൽ തന്നെയാണ്. ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ കാം ആൻഡ് ക്വയറ്റി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത് എന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. പിന്നെ ആളുകളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ്, നല്ലൊരു വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ്. ടൂറിസ്റ്റുകളെ ആണെങ്കിലും അതേപോലെ തന്നെ ഇവിടെ അധികം ടൂറിസ്റ്റുകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.